നമ്മുടെ ഈ ഇടവക കണ്ണൂർ രൂപതയിലെ ഹോളി ഇൻഫൻറ്റ് മേരി ചർച്ച് എന്ന് പറയുന്ന ഒരു പള്ളിയാണ്. ഈ സ്ഥലത്തിൻ്റെ പേര് മടക്കാംപോയി എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമുക്കിവിടെ ഈ പള്ളിയിൽ ഞാനിവിടെ സന്ദർശിക്കുന്ന സമയത്ത് ഏറ്റവും പാവപ്പെട്ട ഒരു ഭവനം, ബേബി എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ കുട്ടികളുമായിട്ട് താമസിക്കുന്നു. പക്ഷേ വീട് വളരെ മോശമായ ഒരു അവസ്ഥയിലായിരുന്നു. എന്താ പറയണ്ടേന്ന് ഒന്നും കിട്ടുന്നില്ല. ഞങ്ങളത് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അത് ഇങ്ങനെ ഞങ്ങൾക്കൊരു വീട് പണി കിട്ടുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ല. ഫുള്ള് നനഞ്ഞ് നാശകോശമായി കിടക്കുമായിരുന്നു ഞങ്ങളുടെ ഈ വീട്. എനിക്ക് വിഷമമായിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ വന്ന് കണ്ടു. അച്ഛൻ പറഞ്ഞു നമുക്ക് വേഗം വീടാവെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ സഞ്ജുവിനോട് സംസാരിക്കുന്ന സമയത്ത് ഈ ഒരു വീടിൻ്റെ ഒരു പടം അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു വീടുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വീട് സാങ്ഷനായി, മറ്റുള്ള കാര്യങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടനെ തന്നെ അങ്ങനെ ആരംഭിക്കുകയും ഒരു 2 മാസത്തിൻ്റെ ഇതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി സമയം എക്സ്ട്രാ ആയി ആ വീട് നമുക്ക് അവർ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ട് ചെയ്യാൻ പറ്റി. നമ്മൾ ടൈലിട്ട് കൊടുക്കുകയും എല്ലാ ജനലും വാതിലും ഒക്കെ ഫിറ്റ് ചെയ്ത് വാട്ടർ സപ്ലൈയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു. കിച്ചൺ റെഡിയാക്കി കൊടുത്തു, ബാത്റൂം സെറ്റ് ചെയ്ത് കൊടുത്തു, മറ്റെല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചു. നല്ല സന്തോഷമായി ഇപ്പോൾ വീടുകളായതുകൊണ്ട്. ഈ ഒരു കുടുംബത്തിന് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു അടച്ചുറപ്പുള്ള ഒരു വീട് ഒരിക്കലും ഇങ്ങനെ ഒരു ഇതാവുന്ന സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പോലും വയ്യ. നമുക്ക് ഇതെല്ലാം ഇത്ര കാലം നനഞ്ഞു നാറി കിടന്നതിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായിട്ടാണ് ഞങ്ങൾ ഉള്ളത്. എന്നാ വെച്ചാൽ ഇത്രയും നല്ല ടൈലിട്ട ഒരു പേര് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ ഉള്ളത് ഇപ്പം എല്ലാവരും. ഇത്രയും ചെയ്തു തന്ന സഞ്ജു സാംസൻ്റെ അവർക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്ക് പ്രത്യേകിച്ച് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. അവരോട് നന്ദി പറഞ്ഞാൽ മതിയാകില്ല. അതുപോലെ ജോണി അച്ഛനും നന്ദി പറഞ്ഞാൽ മതിയാകില്ല. അച്ഛൻ വന്ന് കാണാനായിട്ട് ആയതുകൊണ്ടും ആണല്ലോ ഇത്രയൊക്കെ അച്ഛൻ സഞ്ജു സാംസനോട് പറയാനും കാരണം ആയതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങളത് ഒരിക്കലും ഞങ്ങളിൻ്റെ അകത്തുനിന്ന് ഈ നനഞ്ഞു നാറി കിടക്കുന്ന സ്ഥലത്തുനിന്ന് ഒരിക്കലും കയറി വരാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു വീടല്ല ഇത്. വിശുദ്ധ ബൈബിളിലെ ഈ ദരിദ്രരുമായി ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു വാക്ക് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിലെ യേശു അന്ത്യവിധിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ്. അവിടെ യേശു പറയുന്നത്, നിങ്ങളിൽ ഏറ്റവും എളിയ സഹോദരങ്ങൾക്ക് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്നാണ്.